മണ്ണെടുപ്പിനെ തുടർന്ന് വീട് അപകടാവസ്ഥയിലാണെന്ന് പരാതി നൽകിയിട്ടും RDO നടപടിയെടുക്കാത്തതിൽ പ്രതിഷേധം. RDOയെ കോൺഗ്രസ് പ്രവർത്തകർ ഉപരോധിക്കുകയാണ്. RDO സ്ഥലം സന്ദർശിക്കണമെന്ന് പ്രതിഷേധക്കാർ ആവശ്യപ്പെട്ടു. കാഴ്ചാ പരിമിതിയുള്ള അച്ഛനും മകനുമാണ് RDOയ്ക്ക് പരാതി നൽകിയത്. പ്രവീൺ പുരുഷോത്തമൻ വിശദാംശങ്ങളുമായി. പ്രവീൺ, ഇത് പത്തനംതിട്ടയിൽ എവിടെയാണ്? അനികേഷ്, പത്തനംതിട്ട അഡ്ഡൂരിന് സമീപം മിത്രപുരം എന്ന സ്ഥലത്താണ് വലിയ തോതിൽ മണ്ണെടുത്തതിനെ തുടർന്ന് ഒരു കുടുംബം ഇപ്പോൾ ഭീഷണിയിലായിരിക്കുന്നത്. ഈ മണ്ണെടുത്തതിന്റെ തൊട്ട് സമീപത്താണ് ഈ കുടുംബത്തിന്റെ വീടുള്ളത്. ആ വീട് ഏത് നിമിഷവും ഇടിഞ്ഞു വീഴാവുന്ന ഒരവസ്ഥയിലാണ്. ഇപ്പോൾ ആ കുടുംബമാണ് അഡ്ഡൂരിലെ RDO ഓഫീസിലേക്ക് എത്തുകയും RDOയെ കണ്ട് തങ്ങളുടെ പരാതി നൽകുകയും ചെയ്തത്. ഒപ്പം തന്നെ കോൺഗ്രസ് പ്രവർത്തകരും നേതാക്കളും അഡ്ഡൂർ RDOയെ കണ്ടു, RDOയെ ഉപരോധിക്കുകയും ചെയ്തു. കോൺഗ്രസ് നേതൃത്വത്തിന്റെ പ്രധാനപ്പെട്ട ഒരു പരാതി എന്നുള്ളത് ഈ വിഷയത്തിൽ അടിയന്തരമായി RDO ഇടപെടണം, സ്ഥലം സന്ദർശിക്കണമെന്നുള്ളതാണ്. നേതാക്കൾ അവിടെ ഓഫീസിനുള്ളിൽ വെച്ച് തന്നെ ജില്ലാ കളക്ടറുമായും ഫോണിൽ സംസാരിച്ചു. കളക്ടർ നടപടി എടുക്കാമെന്നുള്ളൊരു സൂചന മാത്രമേ നൽകിയിട്ടുള്ളൂ. ഇന്ന് ഉച്ചയ്ക്ക് ശേഷം RDO സ്ഥലം സന്ദർശിക്കുമെന്ന് കോൺഗ്രസ് നേതൃത്വത്തിന് ഉറപ്പ് നൽകിയിട്ടുണ്ട്. അവിടെ മിത്രപുരത്ത് താമസിക്കുന്ന കാഴ്ച പരിമിതിയുള്ള അച്ഛനും മകനും അടങ്ങിയ കുടുംബമാണ് ഈ മണ്ണെടുപ്പിനെ തുടർന്ന് ഇപ്പോൾ വലിയ ഭീഷണി നേരിടുന്നത്. അവരിപ്പോൾ നമ്മോടൊപ്പമുണ്ട്. നിങ്ങൾ RDOയ്ക്ക് പരാതി നൽകി. എന്താണ് ഇപ്പോൾ നിങ്ങളുടെ ഒരു ആവശ്യം? RDO സാറ് പറഞ്ഞു വന്ന് കണ്ടിട്ട് പരിഹാരം കണ്ടെത്തി തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഈ അന്ധരായവരെ കൊണ്ട് എനിക്ക് ജീവിക്കാൻ വലിയ ബുദ്ധിമുട്ടാണ്. മഴ വീണാൽ എങ്ങോട്ട് പോകുമെന്നുള്ളൊരു വിഷമം പ്രയാസമുണ്ട്. ഈ പെൻഷൻ പോലും ഇല്ലല്ലോ ഇപ്പോഴ്. ഇന്നത്തെ ജീവിതം എങ്ങനെയാണെന്ന് ഉള്ള അത് കണ്ടെത്തുവാനുള്ള കാരണത്താലാണ് ഞങ്ങൾ ഈ ഓഫീസിൻ്റെ മുന്നിൽ സാറുമാരെല്ലാം ഞങ്ങൾ ഇങ്ങനെ നിൽക്കുന്നത്. പരിഹാരം കണ്ടെത്തി പോകണമെന്നാണ് എൻ്റെ. ഗൃഹനാഥൻ ശിലാസിന് കണ്ണിന് കാഴ്ച പരിമിതിയുണ്ട്, ഒപ്പം മകൻ സാജനും കാഴ്ച പരിമിതിയുണ്ട്. ഇവരുടെ വീടിന് സമീപം മണ്ണെടുത്തതിനെ തുടർന്ന് വലിയ ഗർത്തമാണുള്ളത്. അപ്പോൾ ഈ കാഴ്ച പരിമിതിയുള്ളവർ വീടിന് പരിസരത്തേക്ക് ഇറങ്ങുമ്പോൾ അവർക്ക് അപകടം സംഭവിക്കുമോ എന്ന പേടിയാണുള്ളത്. നിങ്ങൾക്ക് പേടിയുണ്ട്? മനസ്സിൽ ഭയമുണ്ട്? ഉണ്ട്. താഴോട്ട് പോയാൽ കുഴിയാണ്, അങ്ങ് സൈഡിൽ പോയ കുഴിയാണ്. ഇപ്പം തന്നെ എനിക്ക് മണ്ണ് എടുത്തതോടെ ഞങ്ങൾക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. അങ്ങോട്ട് പോയ കുഴി, ഇങ്ങോട്ട് പോയ കുഴി. ഏകദേശം വീട് ഇടിഞ്ഞ് പോകാൻ സാധ്യതയുണ്ട്. അതിന് പകല് കിടന്ന് ഉറങ്ങാൻ പേടിയാണ്. അപ്പം ഞങ്ങൾ അടുത്തുള്ള ഷെഡിലാണ് കിടന്ന് ഉറങ്ങുന്നത്. പകല് അത് തന്നെ ഇരിക്കുന്നത്. അപ്പോൾ അമ്മയുടെ കാലം കഴിഞ്ഞാൽ എനിക്കവിടെ ഒറ്റയ്ക്ക് താമസിക്കാൻ പേടിയാണ്, ഒറ്റയ്ക്ക് കിടക്കാൻ പേടിയാണ്. എനിക്ക് സുരക്ഷിത ഒരു വീട് വേണം. റോഡ് സൈഡിൽ 10 സെൻറ്റ് സ്ഥലം, അത് 10 സെൻറ്റിന് അതിനകത്ത് ഒരു വീടും വേണം. അതിനെനിക്ക് സുരക്ഷിത ആവശ്യമാണ്. അത് എത്രയും നികേഷ്, ഇവർക്ക് പുനരധിവാസം അടിയന്തരമായി ഒരുക്കണമെന്നാണ് ഈ കുടുംബത്തിന്റെ ആവശ്യം. ഇപ്പോൾ കോൺഗ്രസ് നേതൃത്വം എന്താണ് RDOയ്ക്ക്, നിങ്ങൾ ഏത് സാഹചര്യത്തിലായിരുന്നു ഉപരോധം, ഒപ്പം നിങ്ങളുടെ ആവശ്യം എന്താണ്? സ്ഥലം സന്ദർശിച്ച മുഴുവൻ നേതാക്കൾക്കും നാട്ടിലെ ജനങ്ങൾക്കും മനസ്സിലായി ഇതൊരു ഭീകരമായ മണ്ണെടുപ്പാണ് നടന്നിരിക്കുന്നത്. കാഴ്ചപരിമിതിയുള്ള ഇവരുടെ അന്ധത അത് മുതലാക്കിയെടുത്തുകൊണ്ട് തന്നെയാണ് അവിടെ ഒരു മൈനിങ് ഇത്തരത്തിൽ നടത്തിയിരിക്കുന്നത്. നമുക്ക് പറയാനുള്ളത് ഇവരുടെ ജീവനും സ്വത്തിനും സുരക്ഷ ഉറപ്പാക്കുക, ഇവർക്ക് സംരക്ഷണം കൊടുക്കുക. ഇപ്പോൾ വലിയ മഴക്കാലമാണ്, ഏത് സമയവും നിലംപൊത്തി പോകാവുന്ന തരത്തിലാണ് ഇവരുടെ ജീവിതം നിൽക്കുന്നത്. അതുകൊണ്ട് അടിയന്തരമായി ബന്ധപ്പെട്ട സർക്കാർ ഇതുമായി ബന്ധപ്പെട്ട് ഇവർക്ക് വേണ്ട സംരക്ഷണം കൊടുക്കുക, ഇവരുടെ ജീവനും സ്വത്തിനും പരമാവധി ഉറപ്പ് കൊടുക്കുക എന്നുള്ളതാണ് ഞങ്ങൾ ഈ എന്തെങ്കിലും ഉറപ്പ് നിങ്ങൾക്ക് നൽകിയിട്ടുണ്ടോ? ഇല്ല, RDOയുടെ അധികാരത്തിൽ നിൽക്കുന്നതല്ല. അതുകൊണ്ട് കളക്ടറോട് ബന്ധപ്പെടാൻ ഞങ്ങൾ അദ്ദേഹത്തോട് ആവശ്യപ്പെട്ടു. അദ്ദേഹം കളക്ടറെ ബന്ധപ്പെട്ടു. ഞാനും അവിടെ വെച്ച് തന്നെ കളക്ടറോട് സംസാരിച്ചു. ഇതെന്ന് വെച്ചാൽ ഇത്ര ദാരുണമായൊരു സംഭവമാണിത്. ഈ പാവങ്ങൾ എങ്ങോട്ട് പോകും? 2 പേരെ കണ്ണ് കാഴ്ചയില്ലാത്തവരാണ്. ഒരാൾ സാധുവായിട്ടുള്ള ഒരു സ്ത്രീയാണ്. അവർക്ക് വീട്ടിൽ ജോലിക്കാൻ കഴിയില്ല, യാതൊരു വരുമാനവുമില്ല. ഈ ഒരു വലിയ ലോബിയാണ് ഈ മണ്ണെടുത്തിരിക്കുന്നത്. ഈ ഉദ്യോഗസ്ഥന്മാർ മുഴുവൻ അവർക്കൊപ്പമാണ്, പോലീസ് അവർക്കൊപ്പമാണ്, തഹസിൽദാർ, ജിയോളജിസ്റ്റ് അവരെല്ലാവർക്കൊപ്പമാണ്. അടൂർ മുഴുവൻ മണ്ണെടുത്തു, മൈനിങ് നടത്തി. അടൂരിലെ ഒട്ടുമിക്ക പ്രദേശങ്ങളും നികത്തി. ഇതെല്ലാം നാഷണൽ ഹൈവേക്ക് എന്ന് പറഞ്ഞ് കള്ളം പറഞ്ഞിട്ടാണ്. അനുവദിക്കുന്നതിനേക്കാൾ 3, 4, 5, 10 ഇരട്ടി മണ്ണെടുത്തുകൊണ്ട് പോവുകയാണ്. ഈ പാവങ്ങൾ 5 സെന്റിൽ താമസിക്കുന്നവർ എങ്ങോട്ട് പോകും? അധികാരികളും ഉദ്യോഗസ്ഥന്മാരും എല്ലാം ഈ സമ്പന്നന്മാരോടൊപ്പം. അതുകൊണ്ട് ഇവർക്കൊരു പരിഹാരം ഉണ്ടാക്കണം. കളക്ടർ നാളെ പരിഹരിക്കാതെ ഉറപ്പുവരികയാണ്. ഇല്ലെങ്കിൽ ഇവരെ കളക്ടറുടെ മുമ്പിൽ പോവും, അവിടെ കുത്തിയിരിക്കും. ശക്തമായ സമരവും ഞങ്ങൾ മുൻപോട്ട് പോകും. ഒരു കാരണവശാലും ഈ വ്യക്തമാണ്. മണ്ണെടുപ്പിനെ തുടർന്ന് വീട് അപകടാവസ്ഥയിലായി എന്നാണ് പരാതി നൽകിയിട്ടും RDO നടപടിയെടുക്കാത്തതിൽ പ്രതിഷേധിച്ചുകൊണ്ടാണ് കോൺഗ്രസ് പ്രവർത്തകർ ഇപ്പോൾ ഉപരോധിക്കുന്നത്. നേരത്തെ ഇവിടെ കോൺഗ്രസ് നേതാവ് ചൂണ്ടിക്കാണിച്ചതുപോലെ തന്നെ ആ ദൃശ്യങ്ങളിൽ നമുക്ക് കാണാം, ഭീകരമായ മണ്ണെടുപ്പ് തന്നെയാണ് നടന്നിട്ടുള്ളത്. കാഴ്ചാ പരിമിതിയുള്ള ഒരു കുടുംബത്തിനെ അപകടാവസ്ഥയിൽ ആക്കിക്കൊണ്ടുള്ള മണ്ണെടുപ്പ് തന്നെയാണ് നടന്നിട്ടുള്ളത്. RDO